കടക്കൽ ക്ഷേത്രത്തിലെ സംഗീത പരിപാടിയിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ച സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം. ഉപദേശക സമിതിക്ക് സംഭവിച്ച പിഴവെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. റിപ്പോർട്ട് ലഭിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകും. ക്ഷേത്രങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും ഉപദേശക സമിതിക്ക് നോട്ടീസ് നൽകിയെന്നും PS പ്രശാന്ത് പറഞ്ഞു. കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ രാത്രിയാണ് ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തീർച്ചയായിട്ടും ക്ഷേത്ര ദേവസ്വം സ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ കൊടിയോ ചിഹ്നമോ പരിപാടികളോ പാടില്ല എന്ന് കൃത്യമായ കോടതി വിധിയുണ്ട്. കോടതിയിൽ സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം അങ്ങനെ തന്നെയാണ്. അതിപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പം ഇത് ഉപദേശസമിതിയുടെ ഭാഗത്തുണ്ടായ ഒരു പിഴവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ഉപദേശസമിതിയാണ്. ആ ഉപദേശസമിതിയോട് നമ്മൾ നോട്ടീസ് കൊടുത്ത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അന്വേഷണവും നടത്തുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരെന്ന് വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാവും. അന്വേഷണം ഞങ്ങൾ ഉപദേശ സമിതിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വിജിലൻസ് SP ഉണ്ട്. SP കൊണ്ട് അന്വേഷിപ്പിക്കുവാനും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. സർക്കാരിനെതിരെ വിമർശനവുമായി ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. സമർത്ഥരായ യുവജനങ്ങളുണ്ടെങ്കിലും അവർക്ക് നാട്ടിൽ ജീവിക്കാനാകാത്ത അവസ്ഥയാണെന്നാണ് വിമർശനം. കാർഷിക മേഖലയിലേക്ക് കടന്നുവരാൻ യുവജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാനത്ത് കർഷകർ വലിയ പ്രതിസന്ധി നേരിടുന്നതാണ് കാരണം. സർക്കാർ കർഷക സൗഹൃദ സർക്കാർ ആകണമെന്നും ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. മന്ത്രി സജി ചെറിയാനെ വേദിയിൽ ഇരുത്തിയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത്. നമ്മുടെ യുവജനങ്ങളൊന്നും ഇവിടെ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അവർക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുമോ എന്നവർ ആശങ്കപ്പെടുകയാണ്. അതുകൊണ്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. ഇന്നത്തെ മുതിർന്ന തലമുറയുടെ കാലം കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനൊരു സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വാസ്തവത്തിൽ ആശങ്കയുണ്ട്. എത്രയോ നല്ല സമർത്ഥരായ യുവജനങ്ങൾ നമുക്കുണ്ട്. ഇവിടുത്തെ ഈ കേരളത്തിന്റെ പുരോഗതിക്ക് വികസനത്തിന് നിർണായകമായ പങ്ക് വഹിച്ചത് സമുദായം കൂടിയാണ്. കാർഷിക മേഖലയിൽ ഒക്കെ ഉള്ള സംഭാവനകൾ മറ്റൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് നമ്മുടെ യുവജനങ്ങൾ ആരും കടന്നുവരാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള അട്രാക്ഷൻ അവിടെ ഇല്ല. കാരണം കർഷകർ ഇന്ന് നിലനിർത്തപ്പെടുകയാണ്. ക്ഷേത്രത്തിൽ വീണ്ടും രാഷ്ട്രീയവുമായി CPM. കണ്ണൂർ കതിരൂർ പുല്ലിയോട് ശ്രീ കുറുമ്പ കാവിൽ താലപ്പൊലി മഹോത്സവത്തിലാണ് CPM രാഷ്ട്രീയം കലർത്തിയത്. താലപ്പൊലി മഹോത്സവത്തിൽ ചെഗുവേരയുടെ കൊടിയും പാർട്ടിയുടെ ഗാനവും. സംഭവത്തിൽ പരാതി നൽകാൻ ഒരുങ്ങി ഹിന്ദു ഐക്യവേദി. അതിലേക്ക് അതുവരെ രാജ
വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, അധിക ദിവസമായിട്ടില്ല പുണ്യത്ത് ഘോഷയാത്ര പോലൊന്ന് വരുമ്പോൾ ഇൻഗുലാസ് സിന്ദാബാദ് വിളിച്ചത്, പോലീസിനെ ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം കടയ്ക്കൽ പാർട്ടിക്ക് ശക്തിയുള്ള ഒരിടത്ത് അമ്പലത്തിൽ അവിടെയും വിപ്ലവ ഗാനങ്ങളാണ് പിന്നിൽ DYFI എന്നും CPM എന്നും അരിവാൾ ചുറ്റികയും ഒക്കെ തെളിഞ്ഞു വരുന്ന സ്ക്രീന് മുന്നിലിരുന്ന് വിപ്ലവ ഗാനങ്ങൾ പാടുകയാണ്. ഇതിപ്പോൾ ചെഗുവേരയുടെ കൊടി മാത്രമല്ല പാർട്ടിയുടെ ഗാനം എല്ലാം കേൾക്കുന്നുമുണ്ട്. വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ കതിരൂർ പുല്ലോടുള്ള ശ്രീകുറുമ്പക്കാവിൽ താലപ്പൊലി മഹോത്സവം നടന്നത്. ഈ താലപ്പൊലി മഹോത്സവത്തിലാണ് പൂർണ്ണമായും ആ ഉത്സവത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതൊരു പാർട്ടി വേദിയാക്കി മാറ്റുന്നൊരു സാഹചര്യം തന്നെയാണ് അവിടെ കണ്ടത്. താലപ്പൊലി മഹോത്സവത്തിൽ ചെഗുവേരയുടെ കൊടി, അത് കാവിനുള്ളിൽ പോലും ആ കൊടി വീശുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് വിരോധാഭാസം. മാത്രമല്ല DJ മ്യൂസിക്കുമായി വന്ന പാർട്ടിയുടെ ഗാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആ താലപ്പൊലി മഹോത്സവത്തിൽ ഈ കലശങ്ങൾ എഴുന്നള്ളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സാധാരണഗതിയിൽ പൂക്കലശങ്ങളോ അല്ലെങ്കിൽ നേർച്ച കലശങ്ങളോ ഒക്കെയാണ് ഉണ്ടാകാറുള്ളത്. ഇതൊരു പാർട്ടി സമ്മേളന നഗരിയിലേക്ക് അല്ലെങ്കിൽ പൊതുസമ്മേളന വേദിയിലേക്ക് ഘോഷയാത്രയായി സാധനങ്ങൾ കൊണ്ടുപോകുന്നത് പോലെ പാർട്ടിയുടെ ചിഹ്നങ്ങളും പാർട്ടിയുടെ കൊടിയും പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരം കലശങ്ങളുമായാണ് ഈ കാവിലേക്ക് CPM-കാർ എത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരാതി നൽകാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഉള്ളത്. കാരണം ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന നടപടി കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം നടന്നു വരുന്നുണ്ട്. നമ്മൾ കടയ്ക്കലിലെ സംഭവം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. മാത്രമല്ല കണ്ണൂർ തലശ്ശേരിയിൽ തന്നെ ഏതാണ്ട് ഒരു മാസം മുമ്പാണ് മണോളിക്കാവിൽ ഇതുപോലെ ക്ഷേത്രത്തിലേക്ക് നേർച്ച കലശം കൊണ്ടുവരുന്ന സമയത്ത് പാർട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ കലശത്തെ CPM-കാർ വരവേറ്റത്. അത് അവിടെയുള്ള ചില വിശ്വാസികൾ ചോദ്യം ചെയ്യുകയും അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. അന്ന് ഏതാണ്ട് 80ഓളം CPM-കാർക്കെതിരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട കേസെടുത്തത്. ആ കേസെടുത്ത തലശ്ശേരിയിലെ SI-മാരെ ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ സ്ഥലം മാറ്റിക്കൊണ്ട് നടപടി ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ക്ഷേത്രങ്ങളെയും കാവുകളെയും ഒക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു നിലപാടുമായി CPM മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം വ്യാഖ്യാനിക്കാൻ. കാരണം ഈ ക്ഷേത്രത്തിന്റെയും കാവുകളുടെയും ഉള്ളിൽ ഈ കൊടിക്ക് എന്ത് പ്രസക്തി എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ എന്ത് പ്രസക്തി എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നത്. വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. കൃഷ്ണരാജ്. മിഥുൻ പിള്ള, ഇതിപ്പോ ഇന്ന് രാവിലെ ഈ കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനങ്ങളും DYFI പതാകയും അരിവാൾ ചുറ്റിയ നക്ഷത്രവും ഒക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മനോജ് ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് പിന്നാലെ നടപടി വരികയും ചെയ്തിട്ടുണ്ട്. അതായത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും, ക്ഷേത്രകാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്താൻ അനുവദിക്കില്ല. അത് മാത്രമല്ല ക്ഷേത്രകാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന ഹൈക്കോടതി ഉത്തരവുമുണ്ട്. ഇവിടെ ഇപ്പോൾ ജനം TV വാർത്ത നൽകുന്നു. ഇതിനെതിരെ എന്തെങ്കിലും നടപടിക്ക് സാധ്യത വരുന്നുണ്ടോ? കൃഷ്ണരാജ്, ഇത് CPM-ന് വളരെ ശക്തിയുള്ളൊരു സ്ഥലത്തെ കാവാണ് ഈ കതിരൂർ പുല്ലോട് ശ്രീകുറുമ്പ കാവ്. അവിടെ മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ളൊരു കലശങ്ങളുമായി CPM-കാർ വരികയും അത് വലിയൊരു പ്രതിഷേധം, ഭക്തജനങ്ങൾക്കുള്ളിൽ പോലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. എന്നാൽ ആ പ്രതിഷേധത്തെ ഒന്നും വിലക്കെടുക്കാതെ ഇത്തവണയും സമാനമായ രീതിയുമായി തന്നെയാണ് CPM-കാർ രംഗത്ത് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് എടുത്തു പറയേണ്ടതും. കാരണം കാവിനുള്ളിൽ പോലും ചെഗുവേരയുടെ പടമുള്ള ചെങ്കൊടി വീശുന്ന ഒരു സാഹചര്യം, അത് എന്ത് വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം ഈ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്ന് പലപ്പോഴും പല കോണിൽ അഭിപ്രായം ഉയർന്നതാണ്. എന്നാൽ അതിനൊക്കെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം നീക്കങ്ങളുമായി CPM മുന്നോട്ട് പോകുന്നത്. ഇത് വിശ്വാസികളെ അവഹേളിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വിശ്വാസികളുമായി യാതൊരു വിധത്തിലും ചേർന്ന് നിൽക്കാത്ത പാർട്ടി എന്തടിസ്ഥാനത്തിലാണ് ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ കടന്നു ചെന്ന് ഇത്തരത്തിൽ പാർട്ടിയുടെ ഒരു വേദിയാക്കി ഇതിനെ മാറ്റുന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നത്. വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട പരാതി നൽകാനുള്ള നീക്കവുമായി ഹിന്ദു ഐക്യവേദി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. കൃഷ്ണരാജ്. ശരി. കണ്ണൂരിലെ ക്ഷേത്രത്തിൽ രാഷ്ട്രീയം കലർത്തുന്നു CPM. കതിരൂർ പുല്ലിയോട് ശ്രീ കുറുമ്പക്കാവിൽ
താലപ്പൊലി മഹോത്സവത്തിനിടെ ചെഗുവേര വരുന്നു, പാർട്ടി ഗാനം പാടുന്നു, DJ ഒക്കെ കേൾപ്പിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ എന്താണ് ചെഗുവേരയ്ക്ക് കാര്യമെന്ന ചോദ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.